ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഓക്കെ, എല്ലാവരും കുറച്ച് ദിവസമായിട്ട് വിളിച്ചും മെസ്സേജ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇപ്പോൾ വരാൻ പോകുന്ന KVS അപ്ഡേഷൻ എന്തായി? KVS എന്നാ വിളിക്കുന്നത്? 2024 മുതൽ പറയുകയില്ലേ KVSനെ കുറിച്ച്? എന്താ വിളിക്കാത്തത്? അപ്പൊ അതിന്റെ പിന്നിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. അത് ആഭ്യന്തരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസ്കസ് ചെയ്യാം. എപ്പോൾ വിളിക്കുമോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക. എല്ലാ രീതിയിലുള്ള കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട, സംസ്ഥാന ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് ലെവൽ എക്സാംസ്, അതിന്റെ പെയ്ഡ് ആൻഡ് നോൺ പെയ്ഡ് ക്ലാസ്സുകൾ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും ആവശ്യമുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ അവരിലേക്ക് തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. എന്തെങ്കിലും പേഴ്സണലായിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും കറക്റ്റ് ആയിട്ടുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഒന്നുകൂടി പറയുന്നു, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ശ്രമിക്കുക. ഓക്കെ, അപ്പോ അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ. എക്സാം നോട്ടിഫിക്കേഷൻ, നമ്മുടെ KVS ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് എക്സാം നോട്ടിഫിക്കേഷൻ എപ്പോഴുണ്ടാവും അത് ഉടനെ പറയാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരുന്ന ക്ലാസ്സുകൾ കുറച്ച് പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്നുണ്ട്. RRB ടീച്ചറിന്റെ ക്ലാസ്സുകൾ ഇനിയും ജോയിൻ ചെയ്യാന്നുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിന്റെ ക്ലാസ്സുകൾ നാളെ മുതൽ നമ്മൾ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നാളെ മുതൽ ആരംഭിക്കുന്നതാണ്. മാത്സ് ഒക്കെ ആയിരിക്കും, മാത്സ് മെന്റൽ റീസണിങ് ആയിരിക്കും ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ HSI നാച്ചുറൽ സയൻസിന്റെ റെഗുലർ ക്ലാസ്സുകൾ, അതായത് ഫുൾ ടൈം ക്ലാസ്സുകളും അതുപോലെ തന്നെ അതിന്റെ HSIയുടെ ജനറൽ ബാച്ചിന്റെ ക്ലാസ്സുകളും തന്നെ നാളെ മുതൽ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, ആരംഭിക്കുന്നതായിരിക്കും. അതുപോലെ LPUP ടീച്ചർ ലോങ് ടേം ബാച്ചിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനൊന്നുകൊണ്ട് ക്ലാസ്സുകളായിട്ടില്ല, റെഗുലർ ആയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതും ഉടനെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ക്ലാസ്സുകൾ. ഓക്കെ, ഇനി ഈ KVS ടീച്ചറിന്റെ അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന KTET, CTET, അതുപോലെ തന്നെ ഒന്ന് രണ്ട് PSCയുടെ എക്സാംസ് ഉണ്ട്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അതിന്റെയൊക്കെ ക്ലാസ്സുകൾ എപ്പോഴാരംഭിക്കുന്നു, അഡ്മിഷൻ എപ്പോഴാണെന്നുള്ള കാര്യങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. നമ്മൾ KVSന്റെ അഡ്മിഷനും മറ്റുമൊക്കെ KVS, CTET മുതലായവയുടെ അഡ്മിഷൻ വരുന്ന ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നതായിരിക്കും. ഇന്ന് വ്യാഴമാണ്, വെള്ളി, ശനി, മറ്റന്നാൾ മുതൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഫീസ് സ്ട്രക്ചർ എത്ര, മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലാത്തവർ തീർച്ചയായിട്ടും താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ചാനലുകളുടെ ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽസ് നാളെ മുതൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങൾ. എല്ലാ ബാച്ചും ഉണ്ട്, എല്ലാ KVSന്റെ എല്ലാ ബാച്ചുകളും അവൈലബിൾ ആണ്. ഫിസിക്കൽ എഡ്യൂക്കേഷനെ കുറിച്ച് ചോദിച്ചായിരുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ബാച്ച് ഉണ്ട്. നോൺ ടീച്ചിങ് ലൈബ്രറിന്റെ ബാച്ച് ഉണ്ട്. നോൺ ടീച്ചിങ്ങിന്റെ എല്ലാ ബാച്ചും ഉണ്ട്. അത് ജനറലും ഉണ്ട്, സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ബാച്ചുകളും ഉണ്ട് എല്ലാത്തിലും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അതായത് ഇതിന്റെ KVS എക്സാം എപ്പോ വിളിക്കും എന്നുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ഈ ഒരു കോർട്ട് ഉണ്ട്, ഇൻ ദ കോർട്ട് ഹൈക്കോർട്ട് ഓഫ് ഡൽഹി അറ്റ് ന്യൂഡൽഹി. അതായത് കഴിഞ്ഞ 15/5/2025 വന്നിരുന്ന ഒരു ഓർഡർ ഉണ്ട്. ഓക്കെ, അതായത് കേന്ദ്ര വിദ്യാലയത്തിലേക്ക് ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് ദ ഓർഡർ ഓഫ് ഓണറബിൾ കോർട്ട് ഹാസ് സിൻസ് ബീൻ കംപ്ലൈഡ് വിത്ത് ആൻഡ് വൈഡ് ഓഫീസ് മെമ്മോറാണ്ടം ഡേറ്റഡ് 20/3/2025.
സോറി. ഓക്കെ, 20/2005 the recruitment rules for teaching and non-teaching in KVS have been revised in the revised rules. Recruitment rule for the post of special educator has been prescribed for the post of TGT as well as PRT. The said officer memorandum with the amended recruitment rules are announced here and annexed എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് അതിന്റെ നമ്മൾ അന്ന് വന്ന ആ ഒരു ഓർഡറാണ്, ഹൈക്കോടതിന്റെ ഒരു ഓർഡറാണ്. ഓക്കെ, അന്ന് വന്ന ഹൈക്കോടതിന്റെ ആ ഒരു ഓർഡറാണ്. അതായത് അന്ന് വന്ന ഓർഡർ എന്ന് പറയുന്നത് ഇതായിരുന്നു, ഈ ഒരു ഓർഡറാണ് വന്നത്. അതായത് അശോക് അഗർവാൾ എന്ന് പറയുന്ന നമ്മുടെ petition എന്ന് പറയുന്നത് council appears on behalf of the respondent number 2 Minister of Education and states on instruction that all advertisement will be issued shortly and the process for recruitment is already underway. Okay, Mr. Ashok Agarwal, counsel for the petitioner, states that they have delayed compliances. The petition is accordingly disposed with the directions to process the recruitment within 4 weeks time. അതായത് അന്ന് വന്നിരുന്ന ഹൈക്കോടതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 4 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യണം. അതിൽ പ്രധാനമായിട്ടും ആദ്യ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണമെന്നായിരുന്നു. ഓക്കെ, പക്ഷെ അതായത് അപ്പൊ ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 20-നായിരുന്നു. പക്ഷെ ജൂൺ 20-ന് അപ്ഡേഷൻസ് ഒന്നും വന്നില്ല. ജൂൺ 20-ന് ഇപ്പൊ ജൂലൈ ആയില്ലേ, ജൂൺ വന്നില്ല. അപ്പൊ അതിന്റെ റീസൺസും അദ്ദേഹം പറയുന്നുണ്ട്. റീസൺസ് ആയിട്ട് അദ്ദേഹം പറയുന്നത്, if KVS fail to issue advertisement notice by 13th June 2025 in regards to filling up 987 vacant post of special educators in KVS in the first week of July 2025, we shall not only issue a fresh legal notice but also move DGC Delhi High Court against MOE and KVS for the initiating contempt of court actions. അപ്പം അന്ന് പബ്ലിഷ് ചെയ്തുകൊണ്ട് അത് കോടതി അലക്ഷ്യമായിട്ട് വീണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് അറിയാൻ കഴിഞ്ഞത് ഈ മാസത്തോടു കൂടി തന്നെ, അതായത് ജൂലൈ മാസത്തോടു കൂടി തന്നെ ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെ ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റ് ഈ ഓർഡർ വെച്ചുകൊണ്ട് 15/5/2025 വന്ന ഒരു ഓർഡർ വെച്ചുകൊണ്ട് അത് കോടതി ലക്ഷ്യമായിട്ട് മാറിയതിന്റെ ഫലമായിട്ട് പിന്നീട് CBSE നിന്നും KVS എന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഫലമായിട്ട് പിന്നെ വന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഈ മാസം തന്നെ ജൂലൈ മാസത്തോടെ തന്നെ നമ്മുടെ KVSുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ്, അതായത് ആദ്യം ജൂലൈ അവസാന വാരത്തോടു കൂടി സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ വിളിക്കും. 987 പോസ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ വിളിക്കുക. ആ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് പഠിച്ചവർക്ക് തീർച്ചയായിട്ടും അവർ തയ്യാറായിരിക്കുക. അതിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ മുമ്പ് ഞാൻ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെ ക്വാളിഫിക്കേഷൻ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ BEdും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഡിപ്ലോമ ഉണ്ടായിരുന്നാൽ മതി. ഓക്കെ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ടുള്ള BEd തന്നെ വേണമെന്നില്ല. മറ്റുള്ള വിഷയത്തിലുള്ള BEd ആൻഡ് പ്ലസ് ഡിപ്ലോമ അത് മതിയാവും. ഓക്കെ, അപ്പൊ ഉടൻ തന്നെ വിളിക്കും. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തീർച്ചയായിട്ടും ഉടൻ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് വേക്കൻസി ഉടൻ തന്നെ വിളിക്കുന്നതായിരിക്കും. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഉഴപ്പരുത്. ആ ഒരു ലെവലിൽ തന്നെ പോവുക. പിന്നെ ഇതിന്റെ എല്ലാം നമ്മുടെ KVSന്റെ ബേസിക് എന്ന് പറയുന്നത്, എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ NCERT, CBSE, NCERT 3 മുതൽ 12ാം ക്ലാസ് വരെയുള്ളതാണ്. അതിൽ PRT അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവർ 3 മുതൽ 7 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളും, TGT എഴുതുന്നവര് 7, 8, 9 ക്ലാസ്സുകളിലെയും
7, 8, 9, 10 ക്ലാസ്സുകളിലെയും PGT എഴുതാൻ നിൽക്കുന്നവർ +1, +2 അത് SCRT-യുടെയും NCERT-യുടെയും സെയിം ടെക്സ്റ്റ് തന്നെയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലുവന്റ് ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും അതാത് സബ്ജക്റ്റുകളിൽ ഫ്ലുവന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് ഉടൻ തന്നെ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും വിളിക്കും, ഉടൻ തന്നെ വിളിക്കും. നിങ്ങൾ ആ പഠനവുമായിട്ട് മുന്നോട്ട് പോവുക. ഇത് ചിലപ്പോൾ ഇതിന്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ നമ്മൾ നേരത്തെ മുൻപേ പറഞ്ഞിട്ടുള്ള EMRS ചിലപ്പോൾ വിളിക്കാം. അതിനെപ്പറ്റി ഒരു വീഡിയോസ് വരുന്നുണ്ട്. EMRS വിളിക്കാം, ചില ചാൻസ് ഉണ്ട്. അതൊക്കെ അവിടെ നിന്നോട്ടെ. എനിവേ എന്തായാലും KVS ഉടൻ തന്നെ വിളിക്കും. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വിളിച്ച ഉടൻ തന്നെ KVS വിളിക്കും. ഓക്കെ, ഇത്രയുമാണ് ഇതിനെപ്പറ്റി നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റ് 1-2 അപ്ഡേഷൻസ് ഇന്ന് തരാറുണ്ട്. അതായത് നമ്മുടെ RRB ടീച്ചറിന്റെ എക്സാംസ് എന്നാകുമെന്നുള്ളത്, ഇപ്പൊ വിളിച്ചിട്ട് കേരള PSC വിളിക്കുന്ന ഫിഷറീസ് അസിസ്റ്റന്റ് പോസ്റ്റിനെ കുറിച്ചുള്ളത്, പിന്നെ കുറച്ച് അസിസ്റ്റന്റ് പ്രൊഫസർ ഗവൺമെന്റ് സെക്ടറിൽ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ അങ്ങനെ 1-2 കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാറുണ്ട്. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബാക്കിയുള്ള എല്ലാ മെയിനായിട്ട് HSIയുടെ നോട്ട്സുകൾ, ക്ലാസ്സുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ഫിൽ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, റിവിഷൻ ചെയ്യാനുള്ള ടൈം എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, KVSന് പഠിക്കുന്നവരാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുക, മറ്റുള്ള കാര്യങ്ങൾ അതുപോലെ നോക്കുക. ഓക്കെ, എനിവേ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ അത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൽ നാളെ മുതൽ അപ്ഡേഷൻസ് വരുന്നതായിരിക്കും. ഓക്കെ, എനിവേ ബാക്കിയുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിലൂടെയോ ചോദിക്കാം, അല്ലെങ്കിൽ നേരിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഓക്കെ, എനിവേ താങ്ക് യു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.